പിന്നെ അതെ അതെ. പടം തുടങ്ങി കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് നടത്തം നടത്തം എന്ന് പറഞ്ഞാൽ നടത്തത്തോട് നടത്തം സീരിയസ്. എനിക്ക് തോന്നുന്നു പുള്ളി ഡെഡ് ബോഡിയെ കിടക്കുമ്പോൾ ഒരു എയർ പിടിച്ചിട്ട് കിടക്കുന്നത് കൊണ്ട് എനിക്ക്. ശരിയാ ശരിയാ. ആ ഷോട്ടുണ്ട് സെന്റർ ലെയർ. പുള്ളിക്ക് പിന്നെ അധികം ഡയലോഗ് ഒന്നുമില്ല, ഒറ്റ ഡയലോഗ് ഉള്ളൂ. Cofa posa, cofa posa. പൊട്ടിക്കാൻ പോവാ, പൊട്ടിച്ചു. അത് ട്രിപ്പ് അടിച്ചതെന്ന് തോന്നുന്നു, മണ്ടന്മാർ ലണ്ടനിൽ പറയണ പോലെ. ഓക്കെ ചുമ്മാ സ്റ്റാർട്ട് ചെയ്താൽ മതി. പോരെ, പറഞ്ഞോ. ഓക്കെ. എന്തായി ഖലീഫ ഉണ്ടോ? എല്ലാം കണ്ടു, 2 പടവും കണ്ടു. സോ എന്താണ്, ഞാൻ ഖലീഫ കണ്ട്, ഞാൻ ഖലീഫിന്റെ വാച്ചിങ് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു തുടങ്ങാം. അപ്പോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ് ബുക്ക് ചെയ്തത്. സത്യം പറയാ, ഞാൻ പാലക്കാടാണ് പോയി കണ്ടത്. തിയേറ്ററിൽ 15 പേര്, മാക്സിമം 15 to 20 പേര് തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. വർക്കിംഗ് ഡേ ആയിരുന്നു, പിന്നെ ഓണം സെലിബ്രേഷൻസ് അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ കവിതയിലാണ് കണ്ടത്. എന്റെ സെക്കൻഡ് ഷോ 12 മണിക്ക് ഷോ. ഞാൻ മനഃപൂർവ്വം കവിതയിൽ ബുക്ക് ചെയ്താ, കാര്യം എനിക്ക് ക്രൗഡിന്റെ കൂടെ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, നിനക്ക് ആള് കുറവായിരുന്നു പൊതുവെ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ ആള് കുറവായിരുന്നു. ചിലപ്പോ അവിടേക്കൊക്കെ കുറവായിരിക്കും. അറിയില്ല, എനിക്ക് എന്താ പറയുക, ഞാൻ വിചാരിച്ചു ഹൗസ്ഫുൾ ആയിരിക്കും എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ബിക്കോസ് എന്താ പറയാ, ട്രെയിലറിന്റെ എക്സ്പെക്ടേഷനും പിന്നെ ബ്ലഡ് ലൈൻ ടീസർ, മറ്റേ ബിജിഎം അത് വെച്ചിട്ട് നല്ല നല്ല തിരക്കും ക്രൗഡും എല്ലാം ഉണ്ടാകുന്ന പോയത്. ബട്ട് ഡെഡ് ആയിരുന്നു, ക്രൗഡ് ഡെഡ് ആയിരുന്നു. പിന്നെ പടം തുടങ്ങി, എനിക്ക് തോന്നിയത് ഒരു ജേക്കബിന്റെ സ്വർഗരാജ്യമില്ല, അതിന്റെ ഒരു കള്ളക്കടത്ത് വർഷം. രഞ്ജി പണിക്കറിനെ പോലീസ് പിടിക്കുമ്പോ അകത്താക്കി അപ്പോ അങ്ങനത്തെ ഒരു പരിപാടി. ഈ രഞ്ജി പണിക്കർ, ഞാൻ കോക്കിന്റെ റിവ്യൂ ഒക്കെ കണ്ടു. രഞ്ജി പണിക്കർ ഭയങ്കര രസമുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും വർക്കായില്ല രഞ്ജി പണിക്കർ. ഒന്ന് ഫ്ലെക്സിബിൾ ആവുന്നില്ല, ഭയങ്കര ശ്വാസമൊക്കെ പിടിച്ച് പുള്ളി ഇരിക്കുന്നു. എനിക്ക് ഒട്ടും പുള്ളിക്ക് ആപ്റ്റായ ഒരു റോളായിട്ടേ തോന്നിയിട്ടില്ല. എനിക്കത് വർക്കാവുന്നില്ല. പുള്ളിന്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ് തോന്നുന്നത്. ബോഡി ലാംഗ്വേജോ പുള്ളി ഒരു എയർ പിടിച്ച്, എനിക്ക് തോന്നുന്നു പുള്ളി ഡെഡ് ബോഡിയെ കിടക്കുമ്പോൾ ഒരു എയർ പിടിച്ചിട്ട് കിടക്കുന്നത് കൊണ്ട് എനിക്ക്. ആ ഷോട്ടുണ്ട് സെന്റർ ലെയർ പിടിച്ചിട്ട് അത് ഡെഡ് ബോഡിയെ കിടക്കുമ്പോൾ എയർ പിടിച്ച് ഫസ്റ്റിനെ പറയുന്നതിന് സ്പോയിലേഴ്സ് ഉണ്ടാവും. എനിക്ക് അതിലുള്ള ഈ എന്തിനാണ് ഒരു നിർഗുണൻ അല്ലെങ്കിൽ ഒരു എല്ലാം നിഷ്കളങ്കനായ ഒരു അച്ഛൻ എന്നുള്ള റോള് രഞ്ജി പണിക്കറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. മേ ബി ആ ടൈപ്പ് കാസ്റ്റ് ബ്രേക്ക് ചെയ്യാനായിരിക്കും. പക്ഷെ പുള്ളി ഇപ്പോഴും ഏറ് പിടിച്ച് തന്നെ നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പാവമാണ്, ഭയങ്കര കൺവിൻസിങ് ആയിട്ടുണ്ട് പുള്ളി ഏറൊക്കെ പിടിച്ച് പറയുന്നത് കണ്ടിട്ട്. അപ്പൊ അതൊട്ടും എനിക്ക് ആക്ച്വലി ഞാൻ പടം കണ്ടു തുടങ്ങിയപ്പോ എനിക്ക് നല്ല റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ റെസ്പോൺസും ഇതിലേക്ക് ഭയങ്കര ഹൈ ആയിരുന്നു. കാര്യം അതിനാണ് ഞാൻ വന്നത്. വൈശാഖിന്റെ ഒരു ഈ പറഞ്ഞ പോക്കിരിരാജാണെങ്കിലും പുലിമുരുകനാണെങ്കിലും ആ സമയത്ത് കണ്ടതിന്റെ ഹൈ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അന്നത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ല. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ പൊട്ടും എന്തോ ഇപ്പൊ വരും എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് പോവാണ് ഓരോന്ന്. ഒന്നും തോന്നുന്നില്ല, ഞാനിങ്ങനെ ഒന്നും തോന്നുന്നില്ല. ലിറ്ററലി കയ്യടിയൊക്കെ മിസ്. അതായത് കയ്യടിയൊന്നും അടിക്കാൻ വന്നെടുത്ത് കയ്യടി കിട്ടുന്നില്ല, അങ്ങനത്തെ സീൻ. ഒരു നിർഗുണ വികാര. കയ്യടി കിട്ടിയത് ആകെ എനിക്ക് തോന്നുന്നത് ഇൻട്രോ സീനും പിന്നെ ആ ഒരു ബിജിഎം വെച്ച് പോകുമ്പോ അതൊരു പോസിറ്റീവാണ്. ഇൻട്രോ സീൻ മാത്രം അത് ആക്ച്വലി എനിക്ക് തോന്നുന്ന പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഹൈയിൽ എല്ലാവരും ഇപ്പൊ അതേ പറ ഭയങ്കര ബിൽഡപ്പ്. ഞാൻ ഒരു സാധനം വന്നോ ഇതൊക്കെ സെറ്റ്, പിന്നെ അങ്ങോട്ട് ബിൽഡപ്പേ ഇല്ല. പുള്ളിനൊക്കെ അങ്ങോട്ട് കാണിക്കുക സ്ട്രെയിറ്റ്. ഒരു സഞ്ജു ശിവറാമൊക്കെ എന്താ കാണിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. സഞ്ജു ശിവറാമിന്റെ ക്യാരക്ടർ മറ്റേ ടെംപ്ലേറ്റ് പടങ്ങൾ എടുത്തിട്ട് പുള്ളിയെ കൊണ്ടൊന്നും ഞാൻ വിചാരിച്ച പുള്ളിനെ ഇനി മെയിൻ വില്ലൻ ആക്കുമോ, അവസാനം ബാക്ക് സ്റ്റാബ് ഒക്കെ ചെയ്ത് പുള്ളി ലാസ്റ്റ് വില്ലൻ ആവുക അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് അവസാനം പോയിട്ട് പൃഥ്വിരാജ് സഞ്ജു ശ്രീറാമിനെ ജയിലിൽ കണ്ട് മീറ്റ് ചെയ്തല്ലോ, ഒരേ ജയിലില് ഒരേ കേസില്. അപ്പൊ എനിക്ക് ഒരു ട്രിവ്യ ആയിട്ട് തോന്നി, മറ്റേ CID മൂസിലെ ഹരിശ്രീ അശോകനും ദിലീപും കൂടി ഒരു ജയിലിലെ അടിയില്. എനിക്ക് നമ്മുടെ പഴയ കുട്ടിക്കാലം ഓർമ്മ വന്നടാ. അന്ന് മണ്ണപ്പം ചുട്ട് കളിക്കുമ്പോഴും കള്ളനും പോലീസും കളിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഒന്നായിരുന്നു. എത്ര വർഷം മുന്നേ ഉള്ള ഐഡിയോളജി ആണെന്നാണ്. രണ്ടൊരുമിച്ചുള്ള കൂട്ടുകാര് കണ്ടുമുട്ടുന്നു, കള്ളക്കെടുത്തുകാര്.
പിന്നെ പടം തുടങ്ങി കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് നടത്തത്തോട് തീരുന്നില്ല. നടക്കുന്നു ലുലു ഫാഷൻ റാംബാക്ക്. എല്ലാവരും പറയുന്നത് പരസ്യം. ആ സീനായിരുന്നു. എല്ലാരും പരസ്യം കാണുന്ന പോലെ പുള്ളി വരുന്നു, പുള്ളി മറ്റേ വാച്ച് ഇടുന്നു, കാറ് വരുന്നു, പുള്ളി മറ്റേ ഷർട്ട് ഇടുന്നു. അയ്യോ, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും മലബാർ കൾച്ചർ കാണിക്കുന്ന സിനിമ ഇത്രയും ട്രാഷ് ആയിട്ട്. എന്നുവെച്ചാ കുറച്ച് കഴിഞ്ഞപ്പോ മറ്റേ മോഹിനി ഉണ്ടല്ലോ, പഞ്ചാബി ഹൗസിലെ പുള്ളിക്കാരി, എന്താണ് ഒന്ന് പോടാപ്പാന്നൊക്കെ കാറിനകത്ത് ഇരുന്നിട്ട് ലൈക് ലിറ്ററലി ഇത്ര നേരം നോക്കിക്കോളിന്നൊക്കെ മലബാർ പറഞ്ഞിരുന്ന ആള് കൊച്ചിക്കാരായി. സ്ലാങ് ഒരു ഡീറ്റെയിലും ഇല്ല. മൊത്തത്തിലൊരു ലൂസ് പടം. ജസ്റ്റ് കുറച്ച് കോസ്റ്റ്യൂംസ് കാണിക്കാൻ വേണ്ടിട്ട് മഷ്റൂംസിന്റെ കുറെ പ്രശ്നം കാണിക്കാൻ വേണ്ടിട്ടുള്ള പടം എടുത്തു. ഇടയ്ക്ക് മഷറും വരുന്നുണ്ട്. മഷർ ജയിലിൽ അത് കണ്ടായിരുന്നോ? മഷർ ഷോട്ട് കണ്ടു. സഞ്ജു ശ്രീറാമിന്റെ എന്താണ് പെഡലിംഗ് ഡീലർ, അറിയില്ല. പെഡലിംഗ് സ്മഗ്ലർ. ഞാൻ ആക്ച്വലി ഇതിന്റെ ഈ പടത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത് എന്തിന് 3 അവർ എന്തിനാണ് ഈ പടത്തിൽ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തോ ഒരു സമയം തീരുന്നുണ്ടായിരുന്നല്ലോ ഈ പടം. സെക്കൻഡ് ഹാഫ് ഒന്നും തീരുന്നേ, ഫസ്റ്റ് ഹാഫ് തീരുന്നില്ല, സെക്കൻഡ് ഹാഫ് തീരുന്നില്ല. ലെങ്ത് ഭയങ്കര ഓവർ ലെങ്ത്. എനിക്ക് തോന്നുന്നു അവര് ലണ്ടനിൽ നന്നായി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് അവര് ട്രിപ്പ് അടിച്ചെന്ന് തോന്നുന്നു. മണ്ടന്മാർ ലണ്ടനിൽ പറയണ പോലെ മാക്സിമം ലണ്ടനിൽ പോയി. എനിക്ക് അങ്ങനെ എനിക്ക് ബ്ലഡ് ലൈൻ ടീസറിൽ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ലണ്ടനിലെ കുറെ ആക്ഷൻ സീൻസും മറ്റേയൊക്കെ ഷൂട്ട് ചെയ്തപ്പോ എനിക്ക് തോന്നുന്നു ഭയങ്കര ഇമോഷണലി ഡ്രിവൻ ചെയ്യണ മൂവിയാണ്. അറ്റ്ലീസ്റ്റ് എന്താ പറയാ, സാഗർ ഏലിയാസ് ജാക്കി അറ്റ്ലീസ്റ്റ് വേറെ മിനിമം ഞാൻ പ്രതീക്ഷിച്ചത് അതാണ്. പക്ഷെ ഖലീഫ കണ്ടപ്പോ എനിക്ക് തോന്നിയത് വൈശാഖ് അല്ല ഡയറക്ട് ചെയ്തത്, ഷാജി കൈലാസ് ആണ് ഡയറക്ട് ചെയ്തത്. ഉണ്ണികൃഷ്ണന്റെ സ്ക്രിപ്റ്റിന്റെ ഷാജി കൈലാസ് ഡയറക്ട് ചെയ്ത പോലെ തോന്നിയത് പടം കണ്ടപ്പോ. ഷാജി കൈലാസ് കുറച്ചുകൂടി ടെക്നിക്കലി വീക്കാ. ഇതിന് പുള്ളി ടെക്നിക്കലി കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത് ജിനൂബി എബ്രഹാം എന്ന് പറയുന്ന ആളെയാണ് എനിക്ക് ഇതിന് മനസ്സിലാവുന്നത്. പുള്ളി എന്തെങ്കിലും ചെയ്തേക്കുന്നത്. പുള്ളി തന്നെ പൈസ ഇറക്കുന്നു, പുള്ളി തന്നെ പൊട്ടിക്കാൻ പോവാ. പുള്ളി തന്നെ എഴുതിയതായിരിക്കുമല്ലോ ഡയലോഗ്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അൾട്ടിമേറ്റ്ലി. ഒരു ഡയലോഗ് മെമ്മറബിൾ ആയിട്ടില്ല. പൊട്ടിക്കുക പോവാന്നുള്ളത് മെമ്മറബിൾ ആയിട്ടുണ്ട്. അത് കൾട്ടായി മാറി. അത് കൾട്ടായി മാറിയിട്ടുണ്ട്. പിന്നെ ഇതിലേതാ ഡയലോഗ് ഒന്നും ഓർമ്മയില്ല. ഒന്നും സ്റ്റേ ചെയ്യുന്നില്ല, ക്യാരക്ടർ സ്റ്റേ ചെയ്യുന്നില്ല. എനിക്ക് ലാസ്റ്റ് മറ്റേ ആ വില്ലൻ കൂടി വന്നപ്പോ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ ഉദ്ദേശിച്ച യൂണിവേഴ്സ് അല്ല, ഇത് മലങ്കൾട്ട് യൂണിവേഴ്സ് അല്ല. അതെ, അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ. അതൊക്കെ ഒരു ഞാൻ 2005-10 നമ്മളൊരു ടിവിയിൽ വരുന്ന സിനിമകൾ കാണൂലേ നമ്മൾ ചെറുതായിരുന്നപ്പോ, അപ്പൊ വരൂലേ അങ്ങനത്തെ ട്വിസ്റ്റ് ഒക്കെ. ഞാൻ അല്ലെങ്കിൽ ഇതൊക്കെ ഏത് വർഷം വന്ന ട്വിസ്റ്റാണ്. അപ്പൊ ട്വിസ്റ്റ് പോട്ടെ, എന്തിനാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ഭയങ്കര ക്രിഞ്ച്. പിന്നെ പൃഥ്വിരാജ് ഇതൊന്നും കാണുന്നില്ലേ? പുള്ളി ലോകത്തുള്ള എല്ലാ സ്ക്രിപ്റ്റും വായിക്കുന്ന ഇന്റർവ്യൂ പറയുന്നു. പുള്ളിയുടെ പടത്തിന് സ്ക്രിപ്റ്റ് വായിച്ചില്ല. എനിക്കറിയില്ല ഇതിൽ എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അവസാനം നീ പറയുന്ന പോലെ ആ ട്വിസ്റ്റ് സുരേഷ് ഗോപിയിൽ അയ്യ വരുന്ന പോലത്തെ മേക്കപ്പ് ഇട്ടിട്ട് പുള്ളിക്കാരൻ അത് കണ്ടിട്ട് നമ്മള് ഓ മൈ ഗോഡ്, ഇത് കണ്ടിട്ട് ഒരു ഹൈയും നമുക്കൊരു പീക്ക് ഫീലിംഗും വരണമെന്നാണ് അവര് ഉദ്ദേശിക്കുന്നത്. പുള്ളി മരിച്ചാലും ജീവനോട് ഉണ്ടെങ്കിലും നമുക്ക് വലിയ ഇതൊന്നും തോന്നുന്നില്ല. കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആക്ച്വലി അവിടെ ഇരിക്കുക, എന്നിട്ട് ഷമ്മിത്തിലേനെ കൊല്ലാൻ നേരം ഇത് കണ്ടോ, ഇതാ അടുത്ത ജന്മത്തേക്ക് ഈ ജന്മത്തേക്കുള്ള എന്താ ശിക്ഷ കിട്ടിയെന്നൊക്കെ എനിക്ക് ആലോചിച്ചിട്ട് എന്താണ് എനിക്ക് എന്താ തോന്നണ്ടേന്നായി. ഭയങ്കര നമ്മുടെ ഇമോഷൻ അവർ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നതാണോ, ഓഡിയൻസിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നതാണോ മനസ്സിലാവുന്നില്ല. ഓഡിയൻസിന് ഇതൊക്കെ മതി എന്നുള്ള രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്യണത്. കാരണം നമുക്ക് വെറുതെ ആക്ഷൻ കണ്ട് വെറുതെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഒരു ഫൈറ്റ്, കാളേനെ ഇറക്കിടുന്നു, പശുവിനെ ഇറക്കിടുന്നു, മഴയത്തൊരു ഫൈറ്റ്, BGM, എന്തിനൊക്കെ ഒരു ഫൈറ്റ്. ഈ ഫൈറ്റിന്റെ ഉദ്ദേശം ഫൈറ്റ് കിട്ടുന്ന ഹൈ മാൻ. പുള്ളി എനിക്ക് ഏറ്റവും അൺലക്കിയസ്റ്റ് ഫിലിം മേക്കർ അല്ല മ്യൂസിക് ഡയറക്ടറാണ് പുള്ളിയുടെ ട്രാക്കുകളെല്ലാം ഇറക്കും, ഏതെങ്കിലും പൊട്ടപ്പടത്തിൽ പോകും, ആ പടം മലങ്കൾട്ടായി മാറും. ഇപ്പൊ കൊത്ത കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു കൊത്തയില പീപ്പിൾ ഓഫ് കൊത്ത ഇതേപോലെയായിരുന്നു, 2 ട്രാക്ക്. പക്ഷെ കൊത്തയിലെ പടം ഭയങ്കര ബോറാണെങ്കിലും കുറെ BGM വർക്ക് നല്ലതായിരുന്നു. ഇതിൽ ആ ബ്ലഡ് ലൈൻ തീം അല്ലാണ്ട് ഒരു തീം കൊണ്ട് നന്നായിട്ടില്ല കലീഫില്. പ്രത്യേകിച്ച് മറ്റേ ബ്രിഡ്ജിൽ ഒരു റെയിൻ ഫൈറ്റ് ഉണ്ട്, ആ ഫൈറ്റ് സീക്വൻസിൽ പുള്ളി യൂസ് ചെയ്യുന്ന BGM എനിക്ക് ഒട്ടും വർക്കായില്ല ബ്രിഡ്ജ് ഫൈറ്റ്സിന്. ഓൾസോ പിന്നെ അവസാനം വരുന്നല്ലോ നമ്മുടെ ഏട്ടൻ
ആലോചിക്കാൻ വയ്യ അപ്പോ അതൊക്കെ. വരുന്ന സ്കോർ എനിക്ക് ഓർമ്മ പോലും ഇല്ല. എന്ത് സ്കോർ ഇട്ടെന്ന് എനിക്ക് ഇതുവരെ ഓർമ്മയില്ല. എന്റെ സ്കോർ ഒന്നും കേൾക്കുന്നുണ്ടായില്ല ഒച്ച. സ്റ്റിൽ സ്കോറ് പടം സ്റ്റാർട്ടിങ് തൊട്ടേ ഇല്ല. ഇൻട്രോ കാണിക്കുമ്പോഴാണെങ്കിലും വേറെ സ്കോറൊക്കെ കേൾപ്പിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ച ഏതോ ഒരു പീക്ക് പോയിന്റിലാണ് ഈ മറ്റേ അമർ അസദ് അലി അത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അവിടെ ഇവിടെയൊക്കെ ഇത് ഇങ്ങനെ മറ്റേ റീല് കാണുന്ന പോലെ ഇട്ടോണ്ടിരിക്കുക. ഞാനല്ല ഇത് ഇമ്പാക്ട് വേണ്ടേ ഈ സാധനത്തിന് ഒരു ഹൈയും കിട്ടുന്നില്ല. ഇത്രയും ഓഡിയൻസ് ആഘോഷിച്ചൊരു സാധനം പടത്തിന് മുന്നേ അത് ഭയങ്കര മിസ്പ്ലേസ്ഡ് ആയി പോയി. ആ ഒരു സ്ഥലത്ത് എന്തോ പ്ലേസ്ഡ് ആയിടത്താണ് ഞാൻ എന്റെ തിയേറ്ററിൽ കയ്യടി വന്നുള്ളൂ. ഒന്ന് ആലോചിക്കണം, കവിതയിൽ അത്രയും ഫുൾ ആയിട്ട് കയ്യടി വന്നില്ല എന്നുണ്ടെങ്കിൽ പടം വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ക്യാമിയോ സീക്വൻസിന് കൈയടി വന്ന അനിമലിലെ റംബീറിന്റെയും പിന്നെ അവരൊക്കെ സാന്റാക്ലോസിന്റെ ഓണത്തിന് വന്ന ക്രിസ്മസ് സാന്റാക്ലോസ് അതാണ് നേപ്പാളില്. ക്രൗഡ് റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എനിക്ക് ക്രൗഡ് റെസ്പോൺസ് ഉണ്ടായിരുന്നു. കാര്യം പകുതി ശതമാനം ആൾക്കാർ മോഹൻലാലിനെ കാണാൻ വന്ന ആൾക്കാരായിരുന്നു എനിക്ക് തോന്നുന്നത്. അത് കാരണം ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ക്ഷമ പോയി ആൾക്കാർക്ക്. എങ്ങനെയെങ്കിലും മോഹൻലാൽ വന്നാൽ മതിയായി. പിന്നെ അത് കാണാനിരിക്കുക. അപ്പൊ അത് വന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മറ്റേ ഹരിശ്രേഷ് ശോകന്റെ ഫോട്ടോ ഇല്ലേ CID ന്യൂസിൽ ഇപ്പൊ ട്രോള് വരുന്നത്, ആ ഫോട്ടോയും എനിക്കറിയില്ല എന്തിനാണ്. ഒന്നാമത് രഞ്ജി പണിക്കറിന്റെ അച്ഛൻ. അപ്പൊ ആലോചിക്കാലോ ഇതിനെ കൊണ്ട് എന്തൊക്കെ അറിയില്ല മാൻ. എനിക്കത് ഒട്ടും തമിഴന്മാർക്ക് നമുക്ക് പുള്ളിയായി മാമ്പറക്കൽ അഹമ്മദ് അലി. പടത്തില് മൊത്തം മാമ്പറക്കൽ അലി അഹമ്മദാണ്. അല്ല അഹമ്മദ് അലിയാണ്. സ്റ്റാർട്ടിങ് ലാസ്റ്റ് വന്നിട്ട് അതിന്റെ ഫുൾ ഓറയും കളഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് ഒരാൾ ക്യാരക്ടറിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. ഇതിലെ ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവർക്കും എന്താ അനാവശ്യ ഹൈപ്പ് വരുന്ന ഒരു കൂട്ടുകാരനുണ്ടാവും. എന്നിട്ട് നമ്മുടെ ഓടി ഉഡായിപ്പ് പരിപാടിയിൽ വീഴ്ത്തും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതിൽ ഇന്ദ്രൻസ് കൊടുത്തിരിക്കുന്നത്. ബേസിക്കലി മറ്റേ പുലിമുരുകലിലെ മൂപ്പൻ അതിന്റെ വെർഷൻ, ഖലീഫ വെർഷനാണ് ഇത്. വൈശാഖ് സ്ക്രിപ്റ്റ് എഴുതുന്നത് അങ്ങനെയാണല്ലോ. ആദ്യം ഒരാള് അനാവശ്യമായിട്ട് കുഴി ചാടിക്ക ഒരാൾ ആദ്യം സെറ്റ് ചെയ്യും. ഇന്ദ്രൻസ് പുള്ളിയാണ് ഈ മഴ പുള്ളി കാരണമാണ് മൊത്തം പൃഥ്വിരാജ് ഇങ്ങനെ സഫർ ചെയ്യേണ്ടി വന്നത് ഈ സിനിമയില്. പുള്ളിക്ക് പിന്നെ അധികം ഡയലോഗ് ഒന്നുമില്ല, ഒറ്റ ഡയലോഗ് ഉള്ളൂ. എന്ത് പറഞ്ഞാലും കൊഫേ പോസ കേട്ടിപ്പോ അത് പഠിച്ചിട്ടുണ്ട്. കൊഫേ പോസ എന്താണ്? ആക്ട്രസിനെ കുറിച്ച് എന്താ പറയേണ്ടത്? അയ്യോ, ഞാൻ ആ പുള്ളിക്കാരി സ്പോയിലർ ആയാലും മരിക്കുന്ന വിചാരിച്ചത്. പക്ഷെ ഇതിന് നല്ലത് മരിക്കുന്ന കുറച്ച് ഇമോഷൻ ഇത് അതും ഇല്ല. പുള്ളിക്കാരി എന്തൊക്കെയാ പുള്ളിക്കാരിയൊക്കെ എന്തിനാ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ത് ക്യാരക്ടറാണ്, എന്ത് റെലവൻസ് ആണ്. പിന്നെ ഈ മറ്റേ ഫൈറ്റിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്റെ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ഹൈ ഉണ്ടായിരുന്നത് ആ സീനിലാണ്. ലിറ്ററലി എനിക്കോട് ആകെ എല്ലാ തിയേറ്ററിലും മറ്റേ ആ ഊർക്കകൾ ഫൈറ്റ് ചെയ്തില്ലേ? വീട്ടിനടുത്ത് നടക്കുന്ന ഫൈറ്റ് സീൻസ്. അതെ 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 അതെ. എന്റെ തിയേറ്ററിൽ ആ സീനില് നല്ല റെസ്പോൺസ് ആയിരുന്നു. ആ സീൻ ഭയങ്കര സ്ട്രെച്ച് ആയ പോലെ തോന്നി. ഒരു ഫൈറ്റ് സീക്വൻസ് തന്നെ ഒരു 10 മിനിറ്റ് എടുത്ത പോലെ എനിക്ക് തോന്നി. 10 മിനിറ്റ് ഭയങ്കര സ്ട്രെച്ച് ആയി. ഞാൻ ചോദിച്ചു എന്താണ് നീ പറഞ്ഞ പോലെ അവള് തട്ടിപ്പോവും വിചാരിച്ചു. അവള് തട്ടിപ്പോയിട്ട് ഒരു ഷോൾഡർ പാട്ട് വരും അങ്ങനെ. പക്ഷെ പാപം നമ്മുടെ ഡെഡ് ബോഡി ആയത് ഞാൻ പറഞ്ഞില്ലേ, ശവമായിട്ട് അഭിനയിച്ചിട്ടും ആ ശവത്തിൽ ഏർപ്പിടിച്ചെന്ന് കിടക്കുന്ന രഞ്ജി പണിക്കരാണ് തട്ടിപ്പോയത്. വേറെ കോമഡി എന്താ വെച്ചാ എന്താണ് ഈ പടത്തിലെ ഏറ്റവും വേസ്റ്റ് പ്രപ്പോസൽ സീന് മലയാളം സിനിമയില് വേസ്റ്റ് പ്രപ്പോസൽ സീനാണ് ഇതില്. പുള്ളിക്കാരൻ നിനക്ക് പ്രപ്പോസൽ ബൈക്ക് നിർത്തിയിട്ട് പറയല്ലോ, എന്റെ അമ്മന്റെ കോൺസെപ്റ്റില് ഉള്ള ഒരു പെൺകുട്ടി അത് നീ തന്നെ മതിയെന്ന് വീട്ടിലോട്ട് വന്നിട്ട് ഇവളെ പോലെ ഒരു പെണ്ണ് വേണ്ട. അപ്പൊ തന്നെ കറക്റ്റ്. നീ എന്നെ പ്രപ്പോസ് ചെയ്താണോ ഇപ്പൊ കേട്ടെ? കേട്ടിട്ട് എന്ത് തോന്നി? എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വേസ്റ്റ് പ്രപ്പോസൽ ആണെന്ന് തോന്നി. എനിക്കെന്നല്ല ഏതൊരു പെണ്ണിനും. എനിക്കറിയില്ല ക്രിക്കറ്റ് കളിക്കുന്ന സീൻ അതൊക്കെ. എനിക്ക് ബേസിക്കലി എനിക്ക് ഏറ്റവും വിഷമം ഓവറോൾ എല്ലാവർക്കും ഉള്ള ഒരേപോലത്തെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഇതില് സെറ്റാണ്. ഐ മീൻ പൃഥ്വിരാജിന് എനിക്ക് ഭയങ്കര ഓറ ഉണ്ട്, സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, ലുക്ക് അടിപൊളിയാണ്, ഫിസിക് ഫൈറ്റ് എല്ലാം ഉണ്ട്. പക്ഷെ എവിടെ ക്യാരക്ടർ പുള്ളിക്ക് വർക്ക് ആവുന്നില്ല. ആ ക്യാരക്ടറിന്റെ പുള്ളി അങ്ങനെ സിങ്ക് ആവുന്നില്ല. ഈവൻ ദോ ഒരു പുള്ളി നടത്താൻ മാത്രമേ പുള്ളി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ബേസിക്കലി പുള്ളിനെ കൊണ്ട് എല്ലാം ക്യാപ്പബിൾ ആണെന്ന് തോന്നിക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. പുള്ളിക്ക് ഒരു സ്ട്രഗിൾ കൊടുക്കുന്നത് രസമില്ല. എനിക്കറിയില്ല. വേറൊരു മെയിൻ റീസൺ ഞാൻ നിനടുത്ത് പറയണമെന്ന് വെച്ചത് പടക്കം ബഷീർ എന്താണ് ഹാരിസ് ബഷീർ ഇത്രയും തൊട്ടി വില്ലനെ ഞാൻ ഈ അടുത്തെങ്കിലും കണ്ടിട്ടില്ല ഒരു ഈ മലയാള സിനിമയില്. എന്ത് തൊട്ടി വില്ലനാന്ന് എനിക്ക് ഇതിൽ മനസ്സിലാക്കില്ല. പുള്ളി കാര്യങ്ങൾ തന്നെ ചിരി തന്നെ ഹാരിസ് നീൽനിതിൻ മുകേഷിനെ ബോളിവുഡിൽ നിന്ന് പുള്ളി ഏകദേശം ഫീൽഡ് ഔട്ട് ആയി. ഇവിടെ വന്ന് ഒന്നും കൂടി ഫീൽഡ് ഔട്ട് ഷോക്ക് പറയുന്ന പോലെ ഇവിടെ വിളിപ്പിച്ച് ഒന്നും കൂടി ഫീൽഡ് ഔട്ട് ആക്കിയത്. അതെ അതെ. ഈ ഷമ്മി തിലകനാണെങ്കിലും
പഴയ പരിപാടി, പഴയ സാധനം അതേപോലെ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് കുറെ പുതിയ ടെക്നിക്ക്, കുറച്ച് ട്രാക്ക് ഇടാ, കുറച്ച് നല്ല വിഷ്വലി സ്റ്റൈല്, ഗിമ്മിക്ക്, എന്ത് കാര്യത്തിന് ഒന്നും വർക്കാവില്ല. നല്ല സ്ക്രിപ്റ്റ് വേണ്ടേ, നല്ല ക്യാരക്ടേഴ്സ് വേണ്ടേ. അതാണ് വേറെ പറയാനുള്ളത് പക്ഷെ എനിക്ക് ഇതില് മറ്റേ ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഈ പടത്തിൽ മൊത്തം ഗോൾഡ് കളർ പാലറ്റും ലൈറ്റിങ്ങും യൂസ് അതെ ചെയ്തിട്ടുണ്ട്. എന്റെ കണ്ണിങ്ങനെ തുറക്കുമ്പോൾ മൊത്തം ഗോൾഡ് ആയിരിക്കും. പക്ഷേ കാറിന്റെ ഹെഡ്ലൈറ്റ് ഗോൾഡ്, സ്ട്രീറ്റ് ലൈറ്റ് ഗോൾഡ്, മഴ വരുമ്പോ മഴ വന്നിട്ട് മൊത്തം മഞ്ഞ. ഫ്രെയിം മൊത്തം ഗോൾഡ്. മഞ്ഞ കളർ മൊത്തം. മറ്റേ ഷേഖ് ജി പറഞ്ഞ ഒരുത്തനുണ്ട്, അവന്റെ വീട്ടിൽ പോകുമ്പോ സ്റ്റെപ്പ് മൊത്തം ഗോൾഡ്, സ്റ്റെയർ കേസിന്റെ പിടി മൊത്തം ഗോൾഡ്, ചുമരിൽ വെക്കുന്ന ഫ്രെയിം ഗോൾഡ്. ശരിക്കും ഈ പടത്തിനാണ് ഗോൾഡ് എന്ന് പേരിടുന്നത് മൊത്തം ഗോൾഡ്. ഗോൾഡ് മാത്രമേ ഉള്ളൂ. തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് കണ്ണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഫ്രഷ്നെസ് പോലെ തോന്നി ബാക്കിയുള്ള കളറൊക്കെ കണ്ടപ്പോ. എനിക്ക് ഈ ഏറ്റവും പടത്തിന് ഫുൾ ഗോൾഡാണ്. സമാധാനം കിട്ടിയത് പുറത്തിറങ്ങിയപ്പോ ചെവിക്കാണ്. ഞാനിങ്ങനെ പറയാം, ഇതൊന്നും ഓഫ് ചെയ്യാൻ പറ്റുമോ, ജെയ്ക്സ് ബിജോയുടെ അടുത്തൊന്നും ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സീനാ. കാര്യം അനങ്ങി അപ്പൊ മ്യൂസിക് അപ്പൊ നടന്നു വരും. അമറൻ അസദ് അലി ആ സാധനം. ഇത് തീരാറായില്ലേ എന്നുള്ള സീനായിരുന്നു. ആൾക്കാരൊക്കെ ഇത് കുറെ ആയി എന്നുള്ള സീനാണ്. ഇതിൽ ആദ്യമായിട്ടൊരു സ്നൈപ്പർ ഷൂട്ടർ കറക്റ്റ് ആയിട്ട് ഒരാളിനെ വെടി കൊള്ളിപ്പിച്ചു വിടാം ഉന്നത്തില്. പക്ഷെ അവിടെയും പ്രശ്നം ചത്തില്ല. ചത്തില്ലല്ലോ, പുള്ളി മരിച്ചില്ല. അതൊക്കെ എന്തിനാണെന്ന് ഞാനിപ്പോ ആലോചിക്കാം. പുള്ളിനെ വെടി കൊള്ളിച്ച് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാം, അടുത്ത സീനിലോട്ട് ലീഡ് ചെയ്യാം. നോ ഐഡിയ. ക്യാമിയോനെ പറ്റി പറയുമ്പോഴാണ് ഈ സൗബിൻ. അയ്യോ, ഞാൻ ഇത്രയും ട്രാഷ് ലുക്ക് എവിടെയും കണ്ടിട്ടില്ല സൗബിന്റെ. സൗബിൻ ക്യാമിയോ ചെയ്യുന്ന പ്രശ്നമാണ് തോന്നുന്നു. അതെ അതെ. ഇതേപോലെ തന്നെ കിങ് ഓഫ് കോക്കയില് പക്ഷെ ക്യാമിയോ ഉണ്ടായിരുന്നു. ലോകയില് വർക്ക് ചെയ്യരുത്. ഇതാണ് ബേസിക് സാധനം. ഈ ലോകയില് ക്യാമിയോ ലോകയില് 2 സെക്കൻഡിലെ കാണിക്കുള്ളൂ. അതെ. പക്ഷെ അതിൽ ഈ എല്ലാ ക്യാമിയോക്കും അതിന്റെ ഒരു ഹൈ ഉണ്ടായി. എന്തിനാ കാണിക്കുന്നതെന്നുള്ള ഒരു സെൻസ് ഉണ്ടല്ലോ. ഇതൊന്നും ഇതിപ്പോ ക്യാമിയോ ട്രെൻഡാ. വെറുതെ ക്യാമിയോ വേണം, കേറിക്കോ ആ സീൻ വെറുതെ വരിക. ടോബിനോക്ക് എന്തിനാ. എനിക്ക് സൗബിന്റെ ഏറ്റവും ഫണ്ണിയസ്റ്റ് ക്യാമിയോ എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റേ കിങ് ഓഫ് കൊത്തയിലെ ക്യാമിയോ ആണ്. ഏറ്റവും ഫണ്ണിയസ്റ്റ് ക്യാമിയോ. അത് അതിന്റെ സീൻ ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ മനസ്സിലാവും, അത്രയും ഫണ്ണിയസ്റ്റ് ക്യാമിയോ ആണ് അതിന്റെ. പിന്നെ ഇതിലെ പുള്ളിന്റെ ലുക്ക് കണ്ടപ്പോ ഈ അമ്പിളിക്ക് ഇത്തിരി ഹെയർ വന്നിട്ട് ഭംഗിക്കപ്പെട്ട് അങ്ങനെ ഉണ്ടാവും. അതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ തിയേറ്ററിൽ കണ്ടപ്പോ എനിക്ക് സത്യം പറയാം ആദ്യം ഒരു 2 സെക്കൻഡ് ഞാൻ ചിരിച്ചു സൗബിനെ കണ്ടപ്പോ. സൗബിനെ കണ്ടപ്പോ എനിക്ക് ചിരി വന്ന്. കാര്യം അയ്യോ, പുള്ളിനെ ഭയങ്കര ശോകം, മാച്ചേ ആവത്തില്ല. പുള്ളി എന്താ അവിടെ നിന്നുള്ള സീനാണ് എല്ലാവർക്കും. പിന്നെ ഇത് ആ സീൻ തന്നെ എന്തുവാണ് കാണിച്ചത് എനിക്ക് മനസ്സിലായോ. നേപ്പാൾ എന്ന് പറയുന്നു, മഞ്ഞ്, സാന്റാക്ലോസിനെ പോലത്തെ ഡ്രസ്സിങ്, മാൻ ഭയങ്കര എനിക്ക് തോന്നുന്നു കുറെ AI സ്ലോപ്പ് ഉണ്ട് തോന്നുന്നു പടത്തിൽ മൊത്തം അവസാനം. ഉണ്ട്. ലാസ്റ്റത്തെ ആ വൈഡ് എനിക്ക് തോന്നുന്നു AI ആണെന്ന് തോന്നുന്നുണ്ട് ആദ്യം കാണിക്കുന്ന. ഈ ഞാൻ എന്തോ പറയണമെന്ന് വെച്ചിരുന്നല്ലോ. ഈ ക്യാമിയോടെ പറ്റി എന്താ അഭിപ്രായം? ക്യാമിയോസ് ഓവറല്ലേ? ഇത് എന്തിനാണ് ഇങ്ങനെ ഇത്രയും ക്യാമിയോസ് ആവശ്യം? ക്യാമി ഇപ്പൊ തമിഴ്നാട്ടിലും ടോളിവുഡിനെക്കാട്ടും ഏറ്റവും ക്യാമി ഇപ്പൊ വരുന്നത് മലയാളത്തിനുണ്ട്. അതിപ്പോ ഭയങ്കര ഓവർ. സ്പെഷ്യലി ഏറ്റവും കൂടുതൽ ക്യാമറ ചെയ്യുന്ന ലാലേട്ടനാണ്. ഓൾറെഡി ബപ്പയൊക്കെ ചെയ്തു, തുടക്കത്തിൽ ചെയ്തു, പിന്നെ ഇതിലും ചെയ്യുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ നമുക്ക് സ്ക്രീനിൽ ഭയങ്കര റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നോണ്ടിരിക്കും. എപ്പോഴും ഫ്ലൈറ്റ് പോകുമ്പോ ലാലേട്ടനെ കാണാം. 1 മിനിറ്റെങ്കിലും ലാലേട്ടൻ വന്ന് സ്ക്രീനിൽ വന്നു പോകും. അപ്പോ ലാലേട്ടന്റെ ക്യാമി വരുമ്പോ നമുക്ക് പ്രത്യേകിച്ചൊരു എനിക്ക് അറിയില്ല, നമ്മൾ എപ്പോഴും ഓരോ സിനിമയിലെ ലാലേട്ടൻ ഉണ്ട്. അതെ, ഈ പുള്ളിയുടെ സ്റ്റാർഡം യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ള സ്റ്റാർഡം കളയുന്ന പോലെ തോന്നുന്നു എനിക്ക്. ഐ മീൻ അത് നമുക്ക് കുറവ് കാണുമ്പോഴാണല്ലോ ഇയാള് നമുക്ക് കൂടുതൽ ആ സാധനം വരിക. ഇത് കാണിച്ച് ഇതേപോലത്തെ സാധനങ്ങൾ കാണിച്ചാൽ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. അപ്പൊ അത് ഓൾമോസ്റ്റ് തീർന്നു തോന്നുന്നു. ഇനി ക്യാമിയോസ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇതൊരു ഞാൻ ഇപ്പൊ ബെത്തലേം കുടുംബ യൂണിറ്റ് കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ വിചാരിച്ചു, എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു ഈ ഭാവന സ്റ്റുഡിയോസ് ആയതുകൊണ്ട് ചിലപ്പോ ഇനി ഫഹദിന്റെ എന്തെങ്കിലും ഒരു മിനിറ്റ് ക്യാമിയോ ഉണ്ടാവുന്നു. പക്ഷെ ഭാഗ്യത്തിന് അങ്ങനത്തെ ഒരു അൺനെസസറി ക്യാമിയോ പടത്തിലില്ല. അതുകൊണ്ടാണ് നന്നായി നല്ല രീതിയിൽ നല്ലൊരു ക്യൂട്ട് പടമായിട്ട് പോയി. അതെ, ഇനി വരുമ്പോ ഈ സെയിം സാധനം ഈ എന്തിനാണ് ഇതെന്നൊക്കെ ഉള്ള കൃത്യമായി ബോധ്യമുള്ള കുറച്ച് ഫിലിം മേക്കേഴ്സ് ഉള്ള ഗ്രൂപ്പ് ആയതുകൊണ്ട് അവർക്കറിയാം ആരെന്ത് വേണം, എന്ത് വേണം ഈ പടത്തിൽ. ആ പടത്തിൽ ഞാനൊരു പോയിന്റ് ആലോചിച്ചു, ഈ പടത്തിൽ ഇപ്പൊ നസ്ലം വരാൻ വേണമെങ്കിൽ അവർക്ക് നസ്ലനെ വെച്ച് കുറച്ചുകൂടി ഓഡിയൻസിനെ പുഷ് ചെയ്യാം. ഈ ഫാമിലിയാണ്, ഓണമാണ്, അവർക്ക് കളക്ഷൻ കിട്ടാം, എന്തൊക്കെ ചെയ്യാം. അവര് ചെയ്തില്ല. പിന്നെ ആ പടത്തിൽ എന്ത് വേണം അത് മാത്രം ആ പടത്തിലുള്ളൂ. സ്റ്റിൽ ബ്ലോക്ക് ബസ്റ്റർ. വർക്ക് ആവേണ്ടത് എന്താണ് അത് മാത്രം ചെയ്യാം എന്ന് പറയുന്നതാണ്. ബത്ലഹേമിലേക്ക് ഇനി വരാണെങ്കിൽ ബത്ലഹേം ഭയങ്കര വർക്കായില്ലേ? എങ്ങനെയുണ്ട്?
ബത്ലഹേം നന്നായി വർക്കായി. എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് ഫസ്റ്റ് ഹാഫിന്റെ റൈറ്റിംഗ് ആണ്. ഒരു പടം ഇന്റർവെൽ കാർഡ് കാണിക്കുമ്പോൾ തന്നെ ഓഡിയൻസ് എല്ലാവരും ക്ലാപ്പ് ചെയ്തു. എല്ലാം അങ്ങനെയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പത്ലഹേം. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷ ഉണ്ടായില്ല. ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര ഹൈ ആയിരുന്നു. കാര്യം ഈ കുറെ നാള് ശേഷം ഭയങ്കര റിഫ്രഷിങ് പരിപാടി. പിന്നെ നിവിൻ പോളിയിൽ ഇങ്ങനെ കാണാൻ കിട്ടുന്നു. പിന്നെ ബ്രീത്തിങ് സ്പേസ് ഇല്ല. ഒരു ചിരി കഴിയുമ്പോ തന്നെ അടുത്ത ചിരി വരാം. അപ്പൊ ഇങ്ങനെ ചിരി ഫുൾ ചിരി തിയേറ്റർ. അപ്പൊ അത് ഭയങ്കര ഹാപ്പി. അവന്റെ കോമ്പിനേഷൻ നല്ല നല്ല കോമ്പിനേഷൻ. ഇപ്പൊ ഏജ് ഗ്യാപ്പ് അസൈ രണ്ടുപേരുടെ കോമ്പിനേഷൻ സീൻസ് എല്ലാം വർക്കായി. നല്ല രസമുണ്ട്. മമിത ആണെങ്കിലും ഭയങ്കര ടൈലർ മെയ്ഡ്, നിവനാണെങ്കിലും ടൈലർ മെയ്ഡ്. രണ്ടുപേർക്കും ക്യാരക്ടേഴ്സ് അടിപൊളിയായിട്ടുണ്ട്. ഷാനവാസ് സ്റ്റോൾ ദ ഷോ. റോഷന്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. റോഷൻ നന്നായിട്ട് ഇൻസ്റ്റന്റ്. സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടറും സംഗീതവും എല്ലാവരും ഗിരീഷ് ഷെഡി പടത്തിൽ കിട്ടിയ എല്ലാവരും സെറ്റാണ്. ഗിരീഷ് ഷെഡിക്ക് അറിയാം ആരെന്ത് മീറ്റർ പിടിക്കണം എന്നുള്ള സീനാണ്. 10 മീറ്ററിൽ എല്ലാവരും ഇതില് എനിക്ക് ബത്ലഹേം യൂണിറ്റ് റൈറ്റിംഗ് കുറച്ച് പ്ലെയിൻ ആയി തോന്നിയ സെക്കൻഡ് ഹാഫ് ആണ്. പക്ഷെ എന്നാലും അവര് എൻഡിങ്ങിൽ അത് ഒപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ചില സോങ്സ് നമുക്ക് വിഷ്ണു വിജയന്റെ ലൈക് പ്രേമലു പോലത്തെ ഭയങ്കര ചട്ട് ബസ്റ്റേഴ്സ് ആയിട്ടുള്ള സോങ്സ് ഇതില് ഇല്ല ബത്ലഹേം യൂണിറ്റില്. അപ്പൊ അതിന്റേതായുള്ള ചെറിയ ചെറിയ പ്രശ്നം. സെക്കൻഡ് ഹാഫിൽ ഇവര് ഗോവയിൽ ട്രിപ്പ് പോകുമ്പോൾ ഒരു പാട്ടുണ്ട്, ചെറിയ ചെറിയ സോങ്സ് ഉണ്ട്. സോ അവിടെയൊക്കെ നമുക്ക് ചെറിയൊരു ലാഗ് അടിക്കുകയാണെങ്കിലും ബട്ട് ഓവറോൾ ഇറ്റ്സ് ഫൈൻ. ഇത് എനിക്ക് സെക്കൻഡ് ഹാഫ് കണ്ടപ്പോ ബേസിക് സാധനം എന്ന് പറഞ്ഞാൽ ഈ പ്രേമലുവിൽ നിന്ന് ഇത് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. എന്നുവെച്ചാ അവിടെ UK, ഇവിടെ അയർലാൻഡ് പോയിട്ട് തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ പരിപാടി. പക്ഷെ ഈ പുള്ളിക്ക് ഇവരെല്ലാവരും ഈ സാധനം വർക്കാക്കി എടുക്കാറ്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സും പുള്ളിയുടെ ചുറ്റുപാടും ഭയങ്കര റിലേറ്റബിലിറ്റിയും പിന്നെ ഭയങ്കര ഫൺ. ഒരു സമയം പോലും നമുക്ക് നമ്മൾ മെയിൻ ക്യാരക്ടർ നമുക്ക് ഈ ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോകാൻ പറ്റുന്നില്ല. ഇപ്പോഴും നമുക്കറിയാം ഈ ജസ്റ്റിൻ ആരാണ് ഇവരാരാണ്. എടുത്ത് അതില്ലായിരുന്നു. ഖലീഫയില് ഏത് അലി അഹമ്മദ്, ഏത് അഹമ്മദ് അലി, കുറെ പേര് പറയുന്നു. നമ്മളിത് പുറത്തത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ഒരു ഹെവി പരിപാടി. ഖലീഫിന്റെ ഒക്കെ സെക്കൻഡ് ഹാഫ് തിയേറ്ററിന് വാക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. സത്യം പറയില്ല, എനിക്കൊന്ന് അടിച്ചു പോകണം എന്നൊക്കെ ഉണ്ടായി. ആയതുകൊണ്ടും അതാ ഞാൻ പറഞ്ഞ ഇതിപ്പോ OTT വരുമ്പോ എങ്ങനെ ആൾക്കാര് 3 അവർ കണ്ടിരിക്കും. ഒരു രക്ഷയിലായി. തിയേറ്ററിലോട്ട് വെറുതെ കുറെ ഇങ്ങനെ സാധനങ്ങൾ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. വർക്കാവുന്ന മാത്രം ഇട്ടാ പോരെ. ഐ മീൻ ബത്ലഹേമിൽ കണ്ടില്ലേ, എല്ലാം ടൈറ്റ് ആണ്, എല്ലാം വർക്കാവും. രണ്ട് ജോണർ പടമാണ്. സ്റ്റിൽ ബത്ലഹേം ഭയങ്കര ഹോൾസം മൂവിയാണ് എന്റെ അറിവിൽ. ലൈക്ക് ഫാമിലി നീറ്റ് പടം, ലൈക്ക് ഫാമിലിന്റെ ഒപ്പം പോവാം, ഫ്രണ്ട്സിന്റെ ഒപ്പം പോവാം. പ്രത്യേകിച്ച് നമുക്കൊരു എംബാരസിങ് സീൻ ഒന്നും ഇല്ലാതെ ചിരിച്ച് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നീറ്റ് പടം. അതെ സെറ്റ്. ഓണത്തിന് പറ്റിയ പടം, നമുക്കങ്ങനെ സന്തോഷം ഹാപ്പി ആവാൻ പറ്റിയ പടം. പക്ഷെ അയാം ഗെയിം മിസ് ചെയ്തല്ലേ. അയാം ഗെയിം ഇതിന്റെ ഇടയിൽ വന്നില്ലാത്തതിന്റെ ഒരു എല്ലാവർക്കും അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു അയൺ ഗെയിം റീ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്ക് സംശയമുണ്ട്. ബിക്കോസ് ഓൾറെഡി റെഡിക്കിലും എല്ലാവരുടെയും അതിന്റെ കഥ കുറെ പേര് പ്രഡിക്ട് ചെയ്ത് എന്തൊക്കെയോ കാര്യങ്ങള് ഓൾറെഡി ഔട്ടാണ്. സ്റ്റോറി ചില പ്രഡിക്ട് ചെയ്ത ഔട്ടാണ്. അപ്പൊ ആവാം റീഎഡിറ്റിംഗ് നടക്കുന്നുണ്ടാവാം ചിലപ്പോ. ചമ്മൻ ചാക്കോന്റെ എഡിറ്റിംഗ് എനിക്ക് അയം ഖലീഫിലെ എഡിറ്റിംഗ് എനിക്ക് പ്രത്യേകിച്ച് ഖലീഫിൽ എനിക്ക് മെമ്മറബിൾ ആയിട്ട് ഒരു കട്ട് എനിക്ക് തോന്നുന്നില്ല. എവിടെ കട്ടോ അതെങ്ങനെയാണ് തീർന്നാതിന്നായി പോയി പടം. അപ്പോഴാണ് അത് കട്ട് നോക്കാനായിട്ട്. ചമ്മന്റെ എഡിറ്റിംഗ് ഒക്കെ വളരെ മോശം അഭിപ്രായം. ചമ്മനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതല്ലല്ലോ. ചമ്മനാണല്ലോ ഇത് ഫൈനൽ ഔട്ടാക്കി എടുക്കുന്നതാണ്. ചമ്മന് കൺവിക്ഷൻ കിട്ടിക്കഴിഞ്ഞാണ്ടാണ് ലോകം നമുക്ക് വർക്കായത്. അങ്ങനത്തെ പടങ്ങൾ ഇവൻ തുടക്കത്തിൽ പോലും ചമ്മൻ ചെയ്തേക്കുന്നത് എനിക്ക് ആക്ച്വലി വർക്കായിരുന്നു. കാരണം ആ പടത്തിനുള്ള ടൈമിങ് സാധനങ്ങളൊക്കെ അത് ഓടിയങ്ങ് പൊക്കോളും. വേറെ ഒന്നും വേണ്ട, പടം ടാർഗറ്റ് ചെയ്യുന്നില്ല. ഇത് കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഫിലിം മേക്കിംഗ് ആണ്. എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര, മ്യൂസിക്കും എഡിറ്റിംഗും ഭയങ്കര മോശം മെസ്സിൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ചെയ്തിട്ടുണ്ട്. പക്ഷെ അതായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നില്ല, അതായിട്ട് ബ്ലെൻഡ് ആവുന്നില്ല. ഓവർ യൂസ്ഡ് ആവുന്നു, പ്ലേസ്ഡ് ആവുന്നില്ല. അങ്ങനെ പ്രശ്നം. മറ്റേടത്ത് അതൊന്നും ചിന്തിക്കാൻ സമയമില്ല. കാര്യം അതിന്റെ മുകളിലാണ് റേറ്റിംഗ് പോയിക്കൊണ്ടിരിക്കണത്. ഐ മീൻ ഗിരീഷ് ഷെഡി പടങ്ങളില് നമുക്ക്
റൈറ്റിംഗ് അതിന്റെ മുകളിലാണ് പോകുന്നത്. ടെക്നിക്കൽ സാധനങ്ങൾ നോക്കാൻ സമയമില്ല. നമ്മൾ ചിരിച്ചോണ്ടിരിക്കുക. ഫുൾ നമ്മൾ ക്യാരക്ടേഴ്സിനോട് ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക. സുരേഷ് കൃഷ്ണയൊക്കെ വന്നിട്ട് ഒരു രക്ഷയില്ല. ഫുൾ അയ്യോ. ശരിയാണ് പുള്ളി. പുള്ളിക്ക് ടൈലർ മെയ്ഡ് റോളാ. അത് കിട്ടില്ല സാധനം. ഞാൻ അങ്ങനത്തെ ഒരു സാധനമൊക്കെ പുള്ളി വെച്ച് കാണാൻ ഭയങ്കര ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. കറക്റ്റ് കിട്ടി. അതിന്റെ ഒരു രസം. അതിലിപ്പോ എല്ലാ ക്യാരക്ടേഴ്സും മെമ്മറബിൾ ആണ് ബത്ലഹേം യൂണിറ്റില്. അതെ അതെ എല്ലാം നമുക്ക് മെമ്മറബിൾ ആയിട്ട് അതെ. തോന്നുന്ന ക്യാരക്ടേഴ്സ് ആണ്. ഈവൻ ശ്യാമിന്റെ സാധനമാണെങ്കിലും ശ്യാമും ഈ സെയിം സാധനം തന്നെയാ ചെയ്യണത്. പ്രേമലു ചെയ്ത് തന്നെയാ. പക്ഷെ അവിടെ പുള്ളിയുടെ കുറച്ച് മാനറിസം ഒക്കെ വെച്ചിട്ട് പുള്ളി അത് വർക്കാക്കി എടുക്കുന്നു. അതെ, എല്ലാവരും ഇൻപുട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും പിന്നെ റെഫറൻസ് ഒക്കെ കറക്റ്റ്ലി മൂവി റെഫറൻസ് ഒക്കെ നന്നായി പ്ലേസ് ചെയ്തിട്ടുണ്ട് പടത്തിൽ. അതെ, നന്നായി play ചെയ്തിട്ടുണ്ട്. അതൊക്കെ അപ്പോ പരിപാടിയില്. അതെ അതെ അതെ. ഇനി ഇത് റാങ്ക് ചെയ്യണമെങ്കിൽ എത്രയാണ് ഇനി റാങ്ക് ചെയ്യാം? ഖലീഫയ്ക്ക് എത്ര ഖലീഫയ്ക്ക് ഔട്ട് ഓഫ് 5? ഞാന് ഖലീഫയ്ക്ക് എനിക്ക് അറിയില്ല മാൻ. ഞാൻ 1 സ്റ്റാർ ഖലീഫയ്ക്ക് കൊടുക്കുള്ളൂ. അത് 1 സ്റ്റാർ എന്തിനാണെന്ന് ഞാൻ കാരണം എനിക്കൊന്നും തോന്നിയില്ല പ്രത്യേകിച്ച്. എനിക്ക് ഒരു ഫീലിങ്സ് കിട്ടും. എനിക്ക് കാട്ടാളെ കണ്ട പോലെ തന്നെ തോന്നിയതിൽ പൃഥ്വിരാജിന്റെ ഒരു കാട്ടാള് അങ്ങനെ തന്നെ തോന്നി. എല്ലാം ഉണ്ട് പക്ഷെ ഒന്നുമില്ല. കാട്ടാള് ഇതിലും മോശമാണ്. ഇത് ആക്ച്വലി ഇത് കുറെ പേര് പറയുന്നുണ്ടല്ലോ കണ്ടിരിക്കാൻ പറ്റും നല്ല പടമാണെന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട്. ഇത് ബേസിക്കലി ഒരു നല്ല ഡെപ്ത് ഉള്ള ക്യാരക്ടറും പിന്നെ പൃഥ്വിരാജിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതല്ലല്ലോ. എത്ര പറഞ്ഞാൽ ഞാൻ ഇപ്പൊ അന്ന് നിന്നോട് പറഞ്ഞ പോലെ അയ്യപ്പനും കോശിയാണ് ഞാൻ ലാസ്റ്റ് പൃഥ്വിരാജിന്റെ ഓറ വെച്ചിട്ട് ഞാൻ കണ്ട ഒരു പടം. കാരണം അത് വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ആണ്, വെൽ റിട്ടൺ ക്യാരക്ടറാണ്. എല്ലാരും ഇപ്പൊ പറയുന്ന പോലെ അതൊരു പൊളി പരിപാടിയായിരുന്നു. അതിനുശേഷം പുള്ളി ഈ സാധനങ്ങളൊക്കെ ചെയ്തോണ്ടിട്ട് ഒരു കാര്യം ആ ഓറ വരുന്നില്ല, പരിപാടി വരുന്നില്ല. ഈവൻ നോബഡി ഞാൻ കണ്ടില്ല. നോബഡി ആണെങ്കിലും സക്സസ് ആവുന്നില്ല. പുള്ളിനെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റണം. നല്ലൊരു സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്ത നല്ലൊരു പടത്തില് നന്നായിട്ട് എഴുതിയൊരു പടം. അങ്ങനെയാണ് കാരണം. മൊത്തത്തിൽ ഓണം സേവ്ഡ് ബൈ ബത്ലഹേം കുടുംബ യൂണിറ്റ്, ഗിരീഷ് ഷേഡി സ്ട്രൈക്സ് അഗെയിൻ. അപ്പോ ഖലീഫ ഈസ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. ഇനി പാർട്ട് 2 വരുമോ ആവോന്ന്? പാർട്ട് 2 വിത്ത് ടോക്സിക് ആൻഡ് ഐ ആം ഗെയിം. അത് ഇതിലും കോമഡി ആയിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. ഓ നീ പറയുന്നത് ഇതിന്റെ പാർട്ട് ഓ ഖലീഫയുടെ പാർട്ട് ഓ അത് വരാണ്ടിരിക്കുന്നതാണ്. എന്തിന്റെ പാട്ടുമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ എപ്പിസോഡിന്റെ പാർട്ട് മിക്കവാറും ഐ ആം ഗെയിം ടോക്സിക് കൂടി ഉണ്ടല്ലോ. അത് രണ്ടും വന്നില്ലല്ലോ. ഖലീഫയ്ക്ക് ഇനി ഒരു പാട്ട്. ഖലീഫ ആദ്യം ഇപ്പൊ മുടക്കിയ പൈസ അവര് തിരിച്ചു പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഈ ഓണം എന്തായാലും അപ്പൊ എന്തായാലും എനിക്ക് അറിയില്ല. അത് പിടിക്കാത്തിടത്തോളം അവരൊന്നും മിണ്ടാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഖലീഫ 2 ഇറങ്ങുകയാണെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഖലീഫ 2 ഇറങ്ങുകയാണെങ്കിലും ഖലീഫ 3ക്ക് വേണ്ടിയിട്ട് കുറെ ഹൈപ്പായിട്ട് എന്തെങ്കിലും എൻഡിങ്ങിൽ വെച്ചിട്ട് 2 ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫ് എങ്കിലും ഓട്ടിച്ച് തേർഡ് പാർട്ടിലുള്ള ഒരു 3-4 ക്യാമിയോ അപ്പിയറൻസ് ഒപ്പിച്ചിട്ട് നിർത്തുന്ന ഒരു പടമായിരിക്കും ഖലീഫ 2. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പടം ഷെൻവയിലാണ് പ്രൊഡ്യൂസറും നല്ലത്, പൃഥ്വിരാജും നല്ലത്, മോഹൻലാലും നല്ലത്. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. ഇറക്കി വിട്ടേക്കുന്ന സീക്വൽസ് ആദ്യം ഇറക്കാൻ പറ. ഓരോ പേര് അത് L2 L3 അതൊക്കെ വരട്ടെ. ഐ മീൻ L3 ഒക്കെ വരട്ടെ. അതൊക്കെ അത് പിന്നെ പറയുന്നതാണ്. സ്റ്റാർ ഏതിനാ? ബത്ലഹേം ഞാൻ 4 സ്റ്റാർ കൊടുക്കും. ബിക്കോസ് എനിക്ക് നന്നായി വർക്കായി. എനിക്ക് ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പടമാണ്. റിപ്പീറ്റ് വാച്ചിന് ഭയങ്കരമായിട്ട് എനിക്ക് ഒന്നുകൂടി കാണുന്നുണ്ട് ഈ ഓണത്തിന്. നിലവിൽ ഒന്നുകൂടി കാണണമെന്ന് ആഗ്രഹമുള്ള എനിക്ക് 4 സ്റ്റാർ ഉണ്ട് ഓൾമോസ്റ്റ്. ഞാൻ 3.54 പിടിക്കുക. കാര്യം എനിക്ക് പ്രേമലു ആണ് എന്റെ ടോപ്പ്. ഇപ്പൊ പ്രേമലുവിന്റെ താഴെ ഞാൻ ഗിരീഷ് ഷേഡിനെ റാങ്ക് ചെയ്തിരിക്കണം. സ്റ്റിൽ പുള്ളി എല്ലാ പടവും പുള്ളിയുടെ എല്ലാ പടവും അടിപൊളി. അതുകൊണ്ട് എനിക്ക് നീറ്റ്ലി മെയിൻ. അപ്പോ ഒഫീഷ്യലി ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ നമുക്ക് ഇവിടെ അപ്പൊ ഇനി ഐ ആം ഗെയിം വരുമ്പോ ഐ ആം ഖലീഫ നമ്മൾ കാണാനായിരുന്നു. അതെ എല്ലാ പടം കൂടി ഒരുമിച്ച് കണ്ട് ഒന്ന് അവിയലായി പോകേണ്ടത് നന്നായി. ഇപ്പൊ അടുത്ത ഐ ആം ഗെയിം ടോക്സിൽ കണ്ടിട്ട് വരാം. കട്ടിയാലേ. ഓക്കെ ബൈ.